എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HSSTയുടെ ജനറൽ പാർട്ടിൽ, അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസോഴ്സ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2022 നടത്തിയ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. First question, technology is becoming the prime platform for learning and students should have multiple opportunities in and out of the classroom to display their abilities to solve problems, create, collaborate and innovate. As a teacher, the best strategy that can be used for this to achieve is, അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ടെക്നോളജി കുട്ടികൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, ഇന്നോവേഷൻ നടത്താൻ, ക്രിയേറ്റ് ചെയ്യാൻ, കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നൽകുന്ന സ്ട്രാറ്റജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി, ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജി, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് സ്ട്രാറ്റജി, എക്സ്പെരിമെൻ്റൽ ലേണിംഗ് സ്ട്രാറ്റജി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സും പുതിയതായിട്ടുള്ള ഓൺലൈനായിട്ടുള്ള മെത്തേഡ്സുകളുണ്ടല്ലോ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജിക്കാണ് നമ്മൾ ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയണത്. അതായത് നമുക്കിപ്പോൾ പഴയ മോഡലിൽ ടീച്ചറിൻ്റെ ആ ഒരു ഹെൽപ്പ്, ടീച്ചറിന് റോളുണ്ടല്ലോ, അപ്പോൾ ആ ടീച്ചറിൻ്റെ റോള് നമ്മളിവിടെ മാറ്റുന്നില്ല, ആ ടീച്ചറിന് അതേപോലെ റോളുണ്ട്. അതായത് കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അസിൻക്രോണസ് വരാം, സിൻക്രോണസ് വരാം, ഡിജിറ്റൽ മീഡിയയുടെ യൂസ് വരാം, അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് വരാം. അങ്ങനെ കുട്ടിയുടെ മാക്സിമം അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്, അവരുടെ ഇന്നോവേഷൻസ് വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ലേണിംഗ് സ്ട്രാറ്റജീസുകളും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതാണ് ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിൻ്റെ അകത്ത് പല പല മെത്തേഡ്സുകളും ഈ ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നുണ്ട്. കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് കൂടിയിരുന്നിട്ട് നടത്തുന്ന ലേണിംഗ് സ്ട്രാറ്റജിയാണ്. അത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊക്കെ നടത്തുന്നതാണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക മാത്രമാണ് അവിടെ വരുന്നത്. എക്സ്പെരിമെൻ്റൽ ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇവിടെ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നത് ഇവിടെ പറയുന്നുണ്ട്. അതായത് ക്ലാസ്സിലായിക്കോട്ടെ, ക്ലാസ്സിന് പുറത്തായിക്കോട്ടെ, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് കുട്ടികളുടെ കഴിവ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ എഫക്റ്റീവ്നെസ് ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ ഫോസ്റ്ററിങ് ഇൻ ദം ദ ബിലീഫ് ദാറ്റ് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ വെൽ സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ബി സക്സസ്ഫുൾ. ദിസ് ബിലീഫ് ഓർ കൺവിക്ഷൻ ഈസ് ടേംഡ് ആസ്. അതായത് നമുക്കൊരു ടീച്ചറിൻ്റെ എഫക്റ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാനായിട്ട് അവരുടെ ഉള്ളിലൊരു ബിലീഫ് ഉണ്ടാക്കിയെടുത്താൽ മതി. അതായത് സ്റ്റുഡൻസിനെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും, അതായത് നമുക്ക് സക്സസ്ഫുൾ ആകാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ബിലീഫ് ഉണ്ടാക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഫോസ്റ്റർ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഈ ബിലീഫ് അല്ലെങ്കിൽ കൺവിക്ഷനെ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് എസ്റ്റീം, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എഫിക്കസി. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സെൽഫ് എഫിക്കസിയാണ്. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയണത്. ഇനി സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ളൊരു അവബോധമാണ്. നമുക്ക് നമ്മുടെ തന്നെയുള്ള വർത്ത്, എബിലിറ്റീസ് എന്നിവയിലുള്ളൊരു കോൺഫിഡൻസിനാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയണത്. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പെർഫോമൻസ് അല്ലെങ്കിൽ അറ്റൈൻമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള നമുക്ക് ആ ഒരു ബിലീഫ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ മോട്ടിവേഷനെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള, അതുപോലെ തന്നെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനും സോഷ്യൽ എൻവയോൺമെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു
എബിലിറ്റിയിലുള്ള ഒരു കോൺഫിഡൻസിനാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും, നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ബിലീഫിനാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എമംഗ് പീപ്പിൾ മീൻസ്. അതായത് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാക്ടീസിങ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ, ഒബ്സർവിങ് റെഗുലേഷൻസ് ഫോർ ബെറ്റർ ബിഹേവിയർ പാറ്റേൺസ്, ഇമ്പോസിങ് റൂൾസ് ആൻഡ് നോംസ് ബൈ ദ ലേണിംഗ് കോണ്ടെക്സ്റ്റ്, എബിലിറ്റി ടു മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ദെയർ ഓൺ ലേണിംഗ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്, എബിലിറ്റി ടു മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ദെയർ ഓൺ ലേണിംഗ്. അതായത് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ലേണിംഗ് റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മോശമായിട്ടാണ് പഠിക്കണമെങ്കിൽ അങ്ങനെ, അതായത് നമ്മൾ തന്നെ നമ്മുടെ ലേണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ തന്നെ ലേണിങ്ങിനെ ഇവിടെ മോണിറ്റർ ചെയ്യുകയാണ്. എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്, നമ്മൾ എവിടെയാണ് ഇനി കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, എവിടെയാണ് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയത്, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അപ്പോൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനോട് മാർക്ക് കൂടി കിട്ടുക, നമുക്ക് ഏത് ഏരിയയിലാണ് മാർക്ക് കൂടുതലുള്ളത്, നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏത് സബ്ജക്റ്റിനാണ്. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ലേണിങ്ങിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ലേണിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പരീക്ഷയിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ലേണിംഗ് ഹാസ് ബീൻ റിഗാർഡ് ആസ് എ ബെസ്റ്റ് പ്രാക്ടീസ് വിത്ത് ടുഡേയ്സ് സ്റ്റുഡൻസ് ഹു ഹാവ് ഗ്രോൺ അപ്പ് വിത്ത് ടെക്നോളജി. ദ മേജർ എലമെൻറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ് ഇൻക്ലൂഡ്. അതായത് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഒപ്പം വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രാക്ടീസായിട്ടാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ അകത്തുള്ള മേജർ എലമെൻറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളാബറേഷൻ, ഇൻക്വയറി, റിഫ്ലക്ഷൻ, ഡിജിറ്റൽ സ്കിൽസ്, ക്വസ്റ്റ്യനിങ്, റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, റിഫ്ലക്ഷൻ, കൊളാബറേഷൻ, ഹയർ ഓർഡർ തിങ്കിങ്, സോഷ്യൽ സ്കില്ല്, കോപ്പറേഷൻ, എൻക്വയറി, റിഫ്ലക്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റിഫ്ലക്ഷൻ, കൊളാബറേഷൻ, ഹയർ ഓർഡർ തിങ്കിങ്, സോഷ്യൽ സ്കില്ല്. കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അപ്രോച്ചാണ്. അതായത് ഇവിടെ സ്റ്റുഡൻസ് സ്മോൾ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് വർക്ക് ചെയ്യണം. അതായത് ഇവിടെ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോള് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ലേണറാണ് സെൻറ്റർ എന്ന് പറയണത്. അവർ ലേൺ ചെയ്യുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്. അതായത് ഒരു സക്സസ്സിന് വേണ്ടി എല്ലാവരും കൂടെ ഈക്വലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ മേജർ എലമെൻറ്റ്സിൽ വരുന്ന ഒന്ന് റിഫ്ലക്ഷൻ, അതായത് നമ്മൾ ചെയ്ത കാര്യത്തെപ്പറ്റി നമ്മൾ തന്നെ ഒന്ന് അവലോകനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ വരുന്നത്. അതായത് ട്രസ്റ്റ് ബിൽഡിങ്, ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിങ്, അങ്ങനെയുള്ള കൊളാബറേറ്റീവ് സ്കിൽസുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. അതായത് നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി, അതായത് വലിയ അറിവൊന്നും ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് നല്ലൊരു സൊല്യൂഷൻ വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ ആ പ്രോജക്റ്റിന് നമുക്കൊരു പ്രോബ്ലം എടുത്തിട്ട് ആ പ്രോജക്റ്റിന് നമ്മൾ എന്താ പറയുക ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്, നല്ല കോഗ്നിറ്റീവ് എബിലിറ്റി, ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ സ്കില്ല്, അതായത് ഒരു 3-4 പേര് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഷ്യൽ സ്കിൽ ഉണ്ടായിരിക്കണം. അതായത് ലീഡർഷിപ്പ് സ്കില്ലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ സോഷ്യൽ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗ്രൂപ്പ് നമുക്ക് സക്സസ്ഫുള്ളി റൺ ചെയ്ത് നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Next question, in behavior research, when a research study is repeated at a different time of place or in a different sample or group,
അതായത് ബിഹേവിയർ റിസർച്ചിൽ ഒരു റിസർച്ച് സ്റ്റഡി നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിൽ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ സ്റ്റഡി റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതെന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒക്കൂറൻസ് ഓഫ് ദ സെയിം റിസൾട്ട് വിൽ ഹാപ്പൻ. കോംപ്രഹെൻസീവ്നെസ് ഓർ ജനറലൈസേഷൻ ഓഫ് ദ റിസൾട്ട് വിൽ ബി എൻഹാൻസ്ഡ്. അപ്ലിക്കബിലിറ്റി ഓഫ് റിസൾട്ട് മേ ബി ഡൈവേർട്ടഡ്. കൺക്ലൂഷൻ വിൽ ബി മിസ്ഇൻറ്റർപ്രറ്റഡ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. കോംപ്രഹെൻസീവ്നെസ് ഓർ ജനറലൈസേഷൻ ഓഫ് റിസൾട്ട് വിൽ ബി എൻഹാൻസ്ഡ്. അതായത് നമ്മുടെ റിസൾട്ട് കുറച്ചും കൂടെ ജനറലൈസ്ഡ് ആകുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് അത് സക്സസ്ഫുള്ളായിട്ട്, അതായത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതിനുശേഷം നമ്മൾ ഈ ഒരു സെയിം കാര്യം തന്നെ വേറൊരിടത്തും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവിടെ സക്സസ് ആയി. വേറൊരു ഗ്രൂപ്പിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവിടെയും സക്സസ് ആയി. ഇപ്പോൾ ഒരു 9ാം ക്ലാസ്സിലാണെങ്കിൽ കേരളത്തിൽ 9ാം ക്ലാസ്സിലും സക്സസ് ആയി. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ 9ാം ക്ലാസ്സിൽ നമ്മളത് കാര്യം ചെയ്തപ്പോൾ സക്സസ് ആയി. അപ്പോൾ അങ്ങനെയായി കഴിയുമ്പോൾ അതിൻ്റെ കോംപ്രഹെൻസീവ്നെസ്സും അതുപോലെ തന്നെ ജനറലൈസേഷനും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ റിസൾട്ടിന് കുറച്ചും കൂടെ ഒതൻറ്റിസിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിക്ക് കുറച്ചും കൂടെ ഒരു ഒതൻറ്റിസിറ്റി അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് നമ്മൾ എന്ത് കാര്യമാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ കാര്യത്തിന് കുറച്ചും കൂടെ ഒരു സ്വീകാര്യത ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ആപ്റ്റ് ആവുകയും അതിൻ്റെ ഒരു വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിസർച്ച് പ്രോസസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് stages. Choose the option indicating the most appropriate sequence of stages. അതായത് റിസർച്ച് പ്രോസസ്സിൽ സ്റ്റേജസുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസൈനിങ് റിസർച്ച് പ്രോസസ് ആൻഡ് ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ, സ്റ്റേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റിസർച്ച് ഗ്യാപ്സ്, റിസർച്ച് ഔട്ട്കംസ്, ആപ്ലിക്കബിലിറ്റി ആൻഡ് റെക്കമെൻഡേഷൻസ്, അഡ്രസ്സിംഗ് ദ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് ആദ്യം വരുന്ന സ്റ്റേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റിസർച്ച് ഗ്യാപ്പ്. അതായത് നമ്മൾ കുറേ റിവ്യൂസൊക്കെ വായിച്ചിട്ട് നമ്മളൊരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഫില്ലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതായത് അവിടെ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കുറേ ഭാഗത്ത് നമുക്ക് ഡേറ്റകളൊന്നുമില്ല. അപ്പോൾ അവിടെ ആ ഒരു ഡേറ്റ കണ്ടെത്തുക. അതായത് അവിടെ ഒരു പ്രോബ്ലം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ടോപ്പിക്ക് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്. ഇതെങ്ങനെയാണിത് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള ഡിസൈൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. അനാലിസിസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്കഷൻ നടത്തുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മൾ റിസർച്ച് ഔട്ട്കംസും അതിൻ്റെ ആപ്ലിക്കബിലിറ്റീസും റെക്കമെൻഡേഷൻസും. അതായത് നമ്മളൊരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം നമ്മൾ ആ ഗ്യാപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് സെറ്റാക്കി. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ്സും ഹൈപ്പോത്തീസീസും ഒക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ സാമ്പിളൊക്കെ ഓൾറെഡി സെറ്റായി. അതിനുശേഷം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നു. ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. അതിന് ഇൻ്റർപ്രിട്ടേഷൻ വരുത്തുന്നു. അതിൻ്റെ ഡിസ്കഷൻസ് നമ്മൾ നടത്തി. അതിനുശേഷം നമുക്ക് എന്താണ് ഭാവിൻ്റെ റെക്കമെൻഡേഷൻസ് എന്താണ്, അതായത് ഇന്ന പ്രോബ്ലം ഇവിടെ ഇന്ന കാരണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് ഒരു സോഷ്യൽ മീഡിയ യൂസേജ് കൊണ്ട് നമ്മുടെ കുട്ടികളെ ഇന്ന പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്ന് നമ്മുടെ ആ ഒരു റിസർച്ചിലൂടെ കണ്ടുപിടിച്ചു. ഇനി ആ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാമെന്നുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ദ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിൽ, അതായത് നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ സ്റ്റെപ്പ് അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനാലിസിസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ്, തിയററ്റിക്കൽ ഫൗണ്ടേഷൻ മോഡൽ ബിൽഡിംഗ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഓഫ് റിസർച്ച്, റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫിനാൻസിങ് ആൻഡ് അക്കൗണ്ടിങ് ഓഫ് റിസർച്ച്. അതായത് നമ്മൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറുകളൊക്കെ വായിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഗ്യാപ്പ് അല്ലെങ്കിൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു പ്രൈമറി ആയിട്ടുള്ള സെക്കൻഡറി ഒതൻറ്റിക് സോഴ്സസുകൾ നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു
പ്രോബ്ലം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ള മോഡലിന് വേണ്ടി നമ്മൾ തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിക്കും. ഫിനാൻസും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഓഫ് റിസർച്ചും ഒരിക്കലും നമ്മൾ ആ ഒരു കാര്യത്തിൽ നോക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിസർച്ച് ആൻഡ് സയൻറ്റിഫിക് എൻക്വയറി ഈസ് ദാറ്റ്. അതായത് ഒരു റിസർച്ചും സയൻറ്റിഫിക് എൻക്വയറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി ഈസ് പോസിബിൾ വിത്തൗട്ട് റിസർച്ച് ആൻഡ് നോ റിസർച്ച് ഈസ് പോസിബിൾ വിത്തൗട്ട് scientific enquiry. Observation is must in all the researches, but it is not necessary in scientific enquiry. There is scope for testing hypotheses in research. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, അത് എ ആണ്. ദ യൂസ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി ഈസ് പോസിബിൾ വിത്തൗട്ട് റിസർച്ച് ആൻഡ് നോ റിസർച്ച് ഈസ് പോസിബിൾ വിത്തൗട്ട് സയൻറ്റിഫിക് എൻക്വയറി. അതായത് നമുക്ക് ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള എൻക്വയറി ചെയ്തു, ഇതെന്താ പോലും ഇപ്പോൾ ഒരു കാര്യം നമ്മളൊരു കാര്യം എടുത്തു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ള ഒരു എൻക്വയറി നമുക്ക് നടത്താം. അതിനൊരു റിസർച്ച് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. പക്ഷേങ്കിൽ റിസർച്ച് നമ്മൾ നടത്തണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സയൻറ്റിഫിക് എൻക്വയറി വേണം. അതായത് നമ്മളൊരു പ്രോബ്ലം അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, ആ പ്രോബ്ലം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളവിടെ ഒരു സയൻറ്റിഫിക് എൻക്വയറിയാണ് നടത്തുന്നത്. സോ റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് എൻക്വയറിയാണ്. ഒരു പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ എൻക്വയറി ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസർച്ച് എപ്പോഴും സയൻറ്റിഫിക് എൻക്വയറിയാണ്. പക്ഷേ സയൻറ്റിഫിക് എൻക്വയറി നടത്തുന്നത് എപ്പോഴും റിസർച്ച് ആകണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. Next question, collaborative or social skills enable students to work well in groups and teachers can identify which skill the students to possess and which skill they need to develop. For effective academic learning, which categories can be chosen? അതായത് കൊളാബറേറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പിൽ ഈ ഒരു സ്കില്ലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് കുട്ടികളിൽ ഏത് സ്കില്ലാണ് ഉള്ളതെന്നും ഏത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു അവബോധമൊക്കെ കിട്ടും. അപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ള അക്കാഡമിക് ലേണിങ്ങിന് ഏത് കാറ്റഗറൈസേഷനാണ് ഏറ്റവും ഹെൽപ്ഫുൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീം ബിൽഡിംഗ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, കോപ്പറേഷൻ, ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ടീം മാനേജ്മെൻറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ടീം ബിൽഡിംഗ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നിവയാണ്. ഒരു അക്കാഡമിക് ലേണിങ്ങിന് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള അക്കാഡമിക് ലേണിങ്ങിന് വേണ്ടി ടീം ബിൽഡിങ്, അതായത് നമ്മുടെ ഒരു ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ടീം ബിൽഡിംഗ് ആണ് എഫക്റ്റീവ് അക്കാഡമിക് ലേണിങ്ങിന് വേണ്ടത്. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ. ഒരു സ്മൂത്തായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു എഫക്റ്റീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ എഫക്റ്റീവ് അക്കാഡമിക് ലേണിംഗ് നടക്കത്തുള്ളൂ. അതായത് കുട്ടിക്ക് അവിടെ ഡൗട്ട് ചോദിക്കാനുള്ളതും അല്ലെങ്കിൽ കുട്ടിക്ക് ടീച്ചറിനോട് എന്ത് കാര്യത്തിൽ വേണമെങ്കിൽ ചോദിക്കാനുള്ള ഒരു എബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അതായത് ടീച്ചർ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് കുട്ടികൾ ഒരു ഡയലോജിക്കായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് അവിടെ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വേണ്ട ലീഡർഷിപ്പും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, അതായത് വഴക്കുകളൊക്കെ തീർപ്പാക്കാനുള്ളൊരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് അക്കാഡമിക് ലേണിങ്ങിന് ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും നന്നായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following signifies the application of experiential method? താഴെ കൊടുത്തിരിക്കുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ദ സബ്ജക്റ്റ് ഓൺ അനദർ ഇൻ എ ഗ്രൂപ്പ്, യൂസ് ഓഫ് occupational therapy by studying the subject as a special case, direct observation of the subject in a specific context, study of subject under carefully controlled conditions. അതായത് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാലും നമ്മളിപ്പം ഒരു
ലാബുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ചെടികളൊക്കെ വളർത്താറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പ്രത്യേക കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിനാവശ്യമായിട്ടുള്ള ലൈറ്റ്നിങ്ങും വളവും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളതെല്ലാം ഒരു സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു കൺട്രോളിൽ നമ്മൾ ആ ഒരു കാര്യത്തെ നോക്കി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മളൊരു സബ്ജക്റ്റിനെ പറ്റി കെയർഫുള്ളായിട്ട് പഠിക്കുന്നതാണ് ഈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്